ഈ വിദ്യാഭ്യാസ ലോൺ എന്തൊക്കെ ഇൻക്ലൂഡ് ആയിരിക്കുന്നത്? അതായത് നമ്മുടെ കോഴ്സിന്റെ ഫീസ്, എക്സാം ഫീസ്, ഹോസ്റ്റൽ ഫീസ്, ലൈബ്രറി എക്സ്പെൻസ്, ഈ കോഴ്സിന് വേണ്ടി നമ്മൾ ഏതെങ്കിലുമൊക്കെ ബുക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ്പെൻസ്. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ എക്സ്പെൻസ് എല്ലാം കോളേജിന്റെ ഫീസ് സ്ട്രക്ചറിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ലോണിലും ഇൻക്ലൂഡഡ് ആവത്തുള്ളൂ. 4 ലക്ഷം രൂപ വരെ ഉള്ള വായ്പകൾ നമുക്ക് ഈടുകളൊന്നുമില്ലാതെ ലഭിക്കും. ചില ബാങ്കുകളിൽ 7 ലക്ഷം രൂപ വരെ ഈടുകളില്ലാതെ നമുക്ക് വായ്പ ലഭിക്കും. എന്നാൽ 7 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വായ്പകൾക്ക് നമ്മൾക്ക് ഈട് ആവശ്യമാണ്. എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണ്ടേ? അതായത് കോളേജിന്റെ ഫീസ് സ്ട്രക്ചർ നമ്മൾ സമർപ്പിക്കണം, അഡ്മിഷൻ എടുത്തതിന്റെ ഡീറ്റെയിൽസ് വേണം, നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന കോളേജ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആണെന്നുള്ളതിനുള്ള തെളിവുകൾ കോളേജിൽ നിന്ന് ലഭിക്കും. ആ ഡീറ്റെയിൽസ് നമ്മൾ സമർപ്പിക്കണം. ഒരു എൻട്രൻസ് എക്സാം എഴുതിയിട്ടാണ് നമ്മൾ അഡ്മിഷന് കയറുന്നതെങ്കിൽ ആ എൻട്രൻസ് എക്സാമിന്റെ റിസൾട്ടിന്റെ കോപ്പി നമുക്ക് സമർപ്പിക്കാം. പിന്നെ നമ്മൾ വിദ്യാഭ്യാസ ലോണിന് വേണ്ടി ചെല്ലുമ്പോൾ എപ്പോഴും ഒരു കോ ആപ്ലിക്കന്റ് ഇവിടെ ആവശ്യമാണ്. അപ്പോൾ കുട്ടിയുടെയും പാരൻറ്റിൻ്റെ ഒരു ജോയിൻ്റ് അക്കൗണ്ട്, അതിൻ്റെ പാസ്ബുക്ക്, നികുതി ചീട്ട്, അവർ രണ്ടുപേരുടെയും ഫോട്ടോസ്. ഇനി UG പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോൺ എടുക്കുന്നതെങ്കിൽ അപേക്ഷിക്കുന്ന കുട്ടിയുടെ SSLC +2 മാർക്ക് ഷീറ്റിൻ്റെ കോപ്പികൾ, ഇതെല്ലാം നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യണം. വിദ്യാലക്ഷ്മി അല്ലെ ജനസമ്മർദ്ദ പോർട്ടലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ രജിസ്റ്റർ ചെയ്തതിൻ്റെ കോപ്പി കൂടി നമ്മൾ ബാങ്കിൽ സമർപ്പിക്കണം. പിന്നെ എപ്പോഴും വിദ്യാഭ്യാസ ലോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിദ്യാഭ്യാസ ലോണിന് വേണ്ടി അപേക്ഷിക്കുന്ന ബാങ്കിൻ്റെ സർവീസ് ഏരിയയിലാണ് നമ്മളുള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്തുക.